ഒരു 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ പിന്നെ അത് ഷോർട്ടാക്കിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കുറേ പറയാനുണ്ട് എനിക്ക്. അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് 24 വയസ്സായി, ഞാൻ മെഡിസിന് പഠിക്കണം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന്. ഉമ്മ എന്തൊരു പ്രത്യേക പെട്ടെന്ന് ദേഷ്യം വരിക. അപ്പോൾ ആ ദേഷ്യമൊക്കെ ഈ കുട്ടിയുടെ മേലെയാണ് എന്ത് ചെയ്യുക, തീർക്കുക. എന്താണ് കിട്ടുന്നത് വെച്ചിട്ട് അടിക്കും. പിന്നെ അതല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദൂരമാണെങ്കിൽ എന്തെങ്കിലും വസ്തു കിട്ടിയാൽ എറിയും. അപ്പോൾ ചിലപ്പോൾ തലക്ക് കൊള്ളും, എവിടെയെങ്കിലുമൊക്കെ മാരകമായ രൂപത്തിൽ വേദനകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മുതിർന്നപ്പോൾ ഞാൻ സ്വാഭാവികമായി വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ ഹോസ്റ്റലിലേക്ക് താമസം മാറി. അപ്പോൾ ഉപ്പ വിദേശത്താണ്. വിദേശത്തുള്ള ഉപ്പാനെ വിളിക്കുമ്പോൾ പോലും പറയും അവളൊരു പണിയും ചെയ്യില്ല. കാരണം ഈ കുട്ടി ചെറുതാകുമ്പോൾ തന്നെ 6-7 വയസ്സാകുമ്പോൾ തന്നെ ഉമ്മാനെ കൂടെ നിന്ന് വീട്ടിലെ പണികളൊക്കെ എടുക്കും. 6-7 വയസ്സാകുമ്പോൾ പണി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ചെറിയ കുട്ടികളാണ്, എന്നാലും ചെയ്തു കൊടുക്കും. ഉമ്മാക്ക് വേണ്ടതൊക്കെ വലുതായപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോഴും ഉപ്പാനോട് പറയാം അവൾ എന്നെ സഹായിക്കില്ല, അവളൊരു പണിയും ചെയ്യില്ല, മടിച്ചാണ്, അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തും. എനിക്കാണെങ്കിൽ ഉപ്പാനോട് ഇത് പറയാൻ പറ്റുന്നില്ല, കാരണം ഉപ്പ വിദേശത്താണ്. അങ്ങനെ ഞാൻ മുതിർന്നപ്പോൾ എന്തായി, വേഗം രക്ഷപ്പെട്ട് SLC കഴിഞ്ഞപ്പോൾ വേഗം ഒരു ഹോസ്റ്റലിലേക്ക് മാറി പഠനം തുടർന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന ഒരു ദിവസമൊക്കെ ചിലപ്പോൾ എന്തുണ്ട് ഉമ്മാനൊരു സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷെ വീണ്ടും തുടങ്ങും. അങ്ങനെ ഇപ്പോൾ എൻ്റെ നിക്കാഹ് കഴിഞ്ഞു, ഞാൻ മറ്റൊരു സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഉമ്മ എന്നെ പ്രാഗിക്കൊണ്ടിരിക്കും, നീ നന്നാവില്ല, എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഇങ്ങനെ വിഷമിപ്പിക്കുകയാണ്. ഇത് അവസാനം ഇപ്പോൾ ഉപ്പയൊക്കെ അറിഞ്ഞു, എന്നാലും ഉമ്മയെ ഒന്ന് ഉപദേശിക്കാൻ അല്ലെങ്കിൽ ഉമ്മാനോടൊന്ന് പറയാനൊന്നും ഇവർക്കാർക്കും സാധിക്കുന്നുമില്ല. ഉമ്മ ഈ സ്വഭാവം മാറ്റുന്നുമില്ല. അവളെ താഴെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്, അവൾക്കും ഈ ഒരു പ്രശ്നം അവൾ ഏൽക്കുന്നുണ്ട്. ഇതിനെന്താണ് ഒരു പരിഹാരമുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. പിന്നെ സാധാരണ പറയുന്നൊരു തത്വം ഉണ്ടെന്താ അറിയോ, മാറാത്തതും മാറ്റാൻ കഴിയാത്തതും സഹിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉമ്മൻ്റെ ഈ സ്വഭാവം മാറില്ല. ഇനിയിപ്പോൾ ഇവൾക്ക് ഇടപെട്ടിട്ട് ഇപ്പോൾ ഈ ഉമ്മാനെ മാറ്റിയെടുക്കുക എന്നുള്ളത് സാധിക്കില്ല. നമ്മയാണല്ലോ ഉമ്മനായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് പോകാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇത്ര കാലം സഹിച്ചു, ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഭർത്താവിലേക്ക് വന്നു, അവർ വേറൊരു വീട്ടിലേക്കും വേറൊരു ജീവിതത്തിലേക്കും പോവുകയാണ്. ഏകദേശം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിസമാപ്തിയിലാണ്. ഇനിയിപ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന പോലെ എപ്പോഴെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ. അതും ആ കുട്ടി സൂചിപ്പിക്കുന്നത്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസമൊക്കെ വന്നാൽ ആ സമയത്ത് ഒരു സമാധാനം കൊടുക്കൂല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെ പറയും, ഭർത്താവിനെ പറയും. അതെ അതെ അതെ. അപ്പോൾ അതാണ്, അത് ഇവരുടെ ഒരു പ്രകൃതിയാണ്, സ്വഭാവമാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നയം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇതിലുണ്ടാകുന്ന ആശങ്ക ഉമ്മയാണല്ലോ. അപ്പോൾ ഉമ്മയാവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു പീഡന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉമ്മനോടുള്ള പെരുമാറ്റങ്ങളിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒരു മനോവേദന അവർക്കുണ്ടായിരിക്കും. പിന്നെ ഉമ്മ എന്നുള്ള നിലക്ക് നമുക്കൊരു ആശ്രയമാണല്ലോ, ഒരു അവലംബമാണല്ലോ. അത് ഒരു സമാധാനത്തിനും സന്തോഷത്തിനും പകരം അതൊരു പീഡന കേന്ദ്രമായി മാറുമ്പോൾ ഏതൊക്കെ തലത്തിൽ ഉപദ്രവിക്കാൻ പറ്റും, പാപ്പനോട് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ പറയാൻ പറ്റുമോ, അവന് ഇഷ്ടപ്പെട്ടവർ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിമർശിക്കാം. അങ്ങനെ എങ്ങനെയൊക്കെ ഈ കുട്ടിനെ മാനസികമായി പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പീഡിപ്പിക്കേണ്ടത് ആരാണ്? ഏത് പീഡനങ്ങളുണ്ടായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചെന്ന് പറയേണ്ട കേന്ദ്രത്തിൽ നിന്നാണ് ഇതുണ്ടാവുന്നത് എന്നുള്ള നിലക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി അനുഭവിക്കണം എന്നുള്ള കാര്യം സംശയം. വീട്ടിൽ സ്വാഭാവികമായി ഒരു അടിയൊക്കെ ഉമ്മ അടിക്കും, അടിയല്ല. അതെ അതെ. അപ്പോൾ ഇനി എന്താ വെച്ചാൽ നമുക്കിത് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു നയം എന്ന് പറഞ്ഞാൽ പരമാവധി ഇവരുടെ ഉപദ്രവങ്ങൾ തന്നിലേക്ക് വരുന്ന വഴികളെ അടക്കുക എന്ന് പറഞ്ഞാൽ തല്ലാനും കൊല്ലാനും ആക്രമിക്കാനും ഒക്കെ ഉണ്ടാകാവുന്ന അവസരങ്ങളെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കാൻ ശ്രമിക്കുക. പിന്നെ കഴിയുന്നതും എന്താണെന്ന് വിചാരിച്ചാൽ ആ ഉമ്മൻ്റെ അടുത്ത് പോകുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഉമ്മനെ ഫോണിൽ ബന്ധപ്പെട്ടു, അതായത് നബി സ്വല്ലല്ലാഹു പറഞ്ഞത് ഞങ്ങൾക്കൊരിക്കലും കാണാത്ത പല പെരുമാറ്റങ്ങളും പല സ്വഭാവങ്ങളും പല കാര്യങ്ങളും അന്ത്യനാളിൽ ഞങ്ങൾ കാണും, അന്ന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് നബിയോട് ചോദിക്കണം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് എന്താ വെച്ചാൽ, നിങ്ങളുടെ കടമകൾ നിങ്ങൾ നിർവഹിക്കുക, നിങ്ങൾക്കുള്ള അവകാശങ്ങൾ ആളുകൾ തരുന്നില്ലെങ്കിൽ അത് നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കാതാണ്. അപ്പോൾ ഉമ്മാൻ്റെ നിന്ന് കിട്ടണില്ലെങ്കിൽ അത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കാം. പക്ഷെ ഉമ്മനോട് ചെയ്യേണ്ട കടമകൾ എന്ത് ചെയ്യുക, ശരിയായി പരമാവധി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു മനോഭാവം. പിന്നെ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഈ സ്ത്രീയുടെ ഒരു പ്രകൃതി അനുസരിച്ചുള്ളതാണത്. ഇത് ഇവളോട് മാത്രമല്ല, താഴെയുള്ള കുട്ടിയോട് പറയുമ്പോൾ ഇതൊരു ഓരോ വ്യക്തികളുടെ സ്വഭാവ പ്രകൃതികളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി അത് മാറില്ല, അതെന്ത് ചെയ്യില്ല,
മാറ്റാൻ കഴിയൂല. അതുകൊണ്ട് പരമാവധി ആ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വരാതെ, അത് ഉമ്മ അങ്ങനെയാണ്, ഉമ്മ കണ്ടതേ പറയുള്ളൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. പിന്നെ ഈ ശാപവാക്കുകളും അതൊന്നും ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാക്കൂല. കാരണം അന്യായമായി ഒരാൾ ശപിക്കുന്നതൊന്നും അല്ലല്ലേ നമുക്ക് എത്തിക്കണം. അത് അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പരമാവധി ഇവരുടെ ഉപദ്രവങ്ങൾ വരാതെ സഹിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ്. പൊതുവെ എന്താ വെച്ചാൽ ഉമ്മമാരെ പ്രാർത്ഥന, ആ ഒരു പേടി ഉണ്ടാവും. അതായത് അത് ഇതിൽ ഭയപ്പെടേണ്ടതില്ല. കാരണം സാധാരണ ഇത്തരം കാര്യങ്ങൾ പണ്ഡിതന്മാർ ചോദിക്കുമ്പോൾ അവർ പറയാ എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നത് ഉമ്മൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്, ശാപം കൊണ്ടാണ് ചോദിച്ചാൽ, ശപിക്കപ്പെടേണ്ട ഒരവസ്ഥ ഇവരുണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവർ ശാപത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അള്ളാഹു ആ കുട്ടിക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന പറയാം.